അതിലധികം പേരുണ്ടാവാറില്ല. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇപ്പോ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ നിങ്ങളോട് പറഞ്ഞത്? ഏത് പോർഷൻ ആയിരുന്നു? സർ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ആബ്സെന്റ് ആയിരുന്നു. ഓക്കെ. അപ്പൊ ഇന്ന് നമുക്ക് വെർബ്സിനെ കുറിച്ച് പറയാം. ഓക്കെ, വെർബ്. അത് നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്ന് പറഞ്ഞു തന്നില്ലേ? പാർട്സ് ഓഫ് സ്പീച്ച് ആദ്യത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഓർക്കണ്ടോ? പ്രിപ്പോസിഷൻസ് അതൊക്കെയല്ലേ? അത് തന്നെ. അതില് നൗൺ എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ്. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വെർബ്സ്, അതായത് ക്രിയകൾ. യഥാർത്ഥത്തിൽ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രവൃത്തിയെ കാണിക്കാൻ ഉപയോഗിക്കുന്ന പദത്തെയാണ് വെർബ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഷീ റാൻ വെരി ഫാസ്റ്റ്. ഷീ റാൻ വെരി ഫാസ്റ്റ്. ഈ പറയുന്ന എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അവൾ വളരെ വേഗത്തിൽ ഓടി. ഇവിടെ ഷീ എന്നുള്ളത് സബ്ജക്റ്റ്, റാൻ എന്നുള്ളതാണ് അവിടുത്തെ വെർബ്, ഓടി. വെരി ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ആഡ്വർബാണ്. അപ്പോ അടുത്ത ഒരു സെന്റൻസ് കൂടി പറയാം. ദ പ്ലെയിൻ റോസ് ടു എ ഗ്രേറ്റ് ഹൈറ്റ്. ദ പ്ലെയിൻ റോസ്, ROSE, റോസ് ടു എ ഗ്രേറ്റ് ഹൈറ്റ്. അവിടെ റോസ് എന്നുള്ളതാണ് വെർബ്. ടെൻസിംഗ് ക്ലൈംബ് മൗണ്ട് എവറസ്റ്റ്. ഈ വാക്യത്തില് വെർബ് ഏതാണ്? ക്ലൈംബ്. ഇവിടെ നോക്കാം. നമ്മള് വെർബ്സിനെ നമുക്ക് രണ്ടായി തിരിക്കാം. അല്ല, യഥാർത്ഥത്തിൽ വെർബ്സ് പലതരത്തിലുണ്ട്. വേറെ പ്രധാനപ്പെട്ട രണ്ട് വെർബ്സ് ഏതാന്ന് വെച്ചാൽ, ഒന്ന് ട്രാൻസിറ്റീവ് വെർബ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെർബ്സ്. അപ്പൊ എന്താണ് ഈ ട്രാൻസിറ്റീവ് വെർബ്? അതുപോലെ എന്താണ് ഇൻട്രാൻസിറ്റീവ് വെർബ്സ്? വെർബ്സിന് യഥാർത്ഥത്തിൽ 3 കാറ്റഗറൈസേഷൻ ആണുള്ളത്. ഒന്ന് ട്രാൻസിറ്റീവ് വെർബ്, ഇൻട്രാൻസിറ്റീവ് വെർബ് ആൻഡ് ഓക്സിലിയറി വെർബ്സ്. അപ്പോ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. ഇപ്പോ മധു ലൈക്സ് മാംഗോസ്. മധു ലൈക്സ് മാംഗോസ്. മധു മാങ്ങ ഇഷ്ടപ്പെടുന്നു. ഇവിടെ മധു എന്നുള്ളത് സബ്ജക്റ്റ്, ലൈക്സ് എന്നുള്ളതാണ് അവിടുത്തെ വെർബ്. മാംഗോസ് എന്നുള്ളതിനെ നമുക്ക് ഓബ്ജക്റ്റ് എന്ന് പറയാം. അപ്പോ ഒരു വാക്യത്തിന് അർത്ഥം പൂർണ്ണമാവണമെങ്കിൽ അതിനൊരു ഓബ്ജക്റ്റ് ആവശ്യമാണെങ്കിൽ അങ്ങനെയുള്ള വെർബ്സിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് വെർബ്സ് എന്ന് പറയുന്നത്. ഈ വാക്യം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മധു ലൈക്സ് എന്ന് മാത്രം നമ്മൾ പറയുകയാണെങ്കിൽ ആ സെന്റൻസ് അർത്ഥപൂർണമായ ഒരു സെന്റൻസ് ആവില്ല. അപ്പൊ ലൈക്സ് എന്ന ആ വെർബിന് മാംഗോസ് എന്ന ഓബ്ജക്റ്റ് കൂടി ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള അർത്ഥം പൂർണ്ണമാവാൻ ഒരു ഓബ്ജക്റ്റ് ആവശ്യമായിട്ട് വരുന്ന ക്രിയകളെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് വെർബ്സ് എന്ന് പറയുന്നത്. എന്താണ് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ? ഓബ്ജക്റ്റ് ആവശ്യമായിട്ട് ഉള്ള അല്ലെങ്കിൽ ഓബ്ജക്റ്റ് അത്യന്താപേക്ഷിതമായിട്ടുള്ള ക്രിയകളെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് വെർബ്സ് എന്ന് പറയുന്നത്. മാത്രം നടക്കാൻ അപ്പൊ ഒരു വെർബിന് അർത്ഥം പൂർണ്ണമാവാൻ അതിനൊരു ഓബ്ജക്റ്റ് ആവശ്യമാണെങ്കിൽ അങ്ങനെയുള്ള വെർബ്സിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് വെർബ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറയാം, ജാസ്മിൻ ബിക്കെയിം
ജാസ്മിൻ ആയി തീർന്നു വാട്ട് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ ബിക്കെയിം എന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റ് എഴുതിയേ പറ്റൂ. അപ്പൊ ബിക്കെയിം എന്ന വാക്കിന്, ആ വെർബിന് പൂർണ്ണ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഓബ്ജക്റ്റ് വേണ്ടി വരും. അതുകൊണ്ട് ബിക്കെയിം എന്ന് പറഞ്ഞ ആ വേർഡിനെ, ആ വെർബിനെ നമുക്ക് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയാം. അപ്പൊ ഐ നോ രഞ്ജിത്ത് വെൽ. ഐ നോ രഞ്ജിത്ത് വെൽ. എനിക്ക് രഞ്ജിത്തിനെ നന്നായി അറിയാം. ഇവിടെ ഐ നോ, KNOW, നോ എന്ന ആ വാക്കിന് അല്ലെങ്കിൽ ആ വെർബിന് അർത്ഥം പൂർണ്ണമാവാൻ രഞ്ജിത്ത് എന്നൊരു ഓബ്ജക്റ്റ് ആവശ്യമായിട്ട് വന്നു. ഇങ്ങനെയുള്ള ആ വെർബ്സിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് വെർബ്. സാർ ഇവിടെ പറഞ്ഞല്ലോ ജാസ്മിൻ ബിക്കെയിം, അപ്പൊ അവിടെ എന്ത് വേർഡ് ചേർക്കാൻ പറ്റും? ബിക്കെയിം എന്ത് ചേർക്കാൻ പറ്റും? ജാസ്മിൻ ബിക്കെയിം എ ടീച്ചർ. ജാസ്മിൻ ബിക്കെയിം എ പൈലറ്റ്. ടീച്ചർ, പൈലറ്റ്, അങ്ങനെയുള്ള വാക്കുകളെയാണ് നമ്മൾ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആ ഓബ്ജക്റ്റ് ഇല്ല എങ്കിൽ ആ വാക്യത്തിന് പൂർണ്ണമായ അർത്ഥമില്ല. ഞാൻ ജാസ്മിൻ ബിക്കെയിം എന്ന് മാത്രം പറയുകയാണെങ്കിൽ ജാസ്മിൻ ആയി തീർന്നു എന്നാണ് അതിന്റെ അർത്ഥം. എന്തായി തീർന്നു എന്ന് നിങ്ങളൊരു ചോദ്യം ചോദിക്കും. അപ്പോ ആ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് അതിന്റെ ഓബ്ജക്റ്റ്. അപ്പോ ഞാൻ അടുത്ത ഒരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. നോക്കാം. സ്റ്റീഫൻ ഗേവ് ദ ബഗർ എ റുപ്പി. ഓക്കെ, ആ വാക്യം നോക്കി ഞങ്ങള്. സ്റ്റീഫൻ ഗേവ്, ഗേവ് എന്ന് പറഞ്ഞാൽ ഗിവിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, നൽകി അല്ലെ. ഗേവ് ദ ബഗർ എ റുപ്പി. സ്റ്റീഫൻ ആ യാചകന് ഒരു രൂപ കൊടുത്തു അല്ലെ. ശ്രദ്ധിക്കുക നിങ്ങള്. സ്റ്റീഫൻ ഗേവ് വാട്ട്? സ്റ്റീഫൻ ഗേവ് ദ ബഗർ വാട്ട്? ആ ഗേവ് എന്ന വാക്കിനോട് നിങ്ങൾ വാട്ട് എന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? ശ്രദ്ധിക്കുക. അപ്പോ നമ്മൾ വെർബിനോട് വാട്ട് എന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം എന്താണോ അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരു വാക്യത്തിൽ രണ്ട് ഓബ്ജക്റ്റ് സാധാരണയായിട്ട് ചില സാഹചര്യങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അതിലൊന്നാണ് ഡയറക്റ്റ് ഓബ്ജക്റ്റ്. ഈ ഡയറക്റ്റ് ഓബ്ജക്റ്റ് ഏതാണെന്ന് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? വെർബിനോട് നിങ്ങൾ വാട്ട് എന്ന് ചോദിക്കുക. ഈ വാക്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സ്റ്റീഫൻ ഗേവ് ദ ബഗർ എ റുപ്പി. സ്റ്റീഫൻ ഗേവ് ദ ബഗർ വാട്ട്? എ റുപ്പി. എ റുപ്പി എന്നുള്ളതാണ് അവിടുത്തെ ഡയറക്റ്റ് ഓബ്ജക്റ്റ് അല്ലെ. സ്റ്റീഫൻ ഗേവ് എ റുപ്പി ടു ഹൂം. വെർബിനോട് നിങ്ങൾ ടു ഹൂം എന്ന് ചോദിക്കാം. സ്റ്റീഫൻ ഗേവ് എ റുപ്പി. സ്റ്റീഫൻ ഒരു രൂപ നൽകി. ടു ഹൂം? ആർക്ക്? ബഗർ. ദ ബഗർ എന്നുള്ളതാണ് അവിടുത്തെ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്. ഒരു വാക്യത്തിൽ ഇതുപോലെ ഡയറക്റ്റ് ഓബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റും വരാറുണ്ട്. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കും? ഞാൻ അടുത്തായിട്ട് ഓരോ വാക്യങ്ങൾ നിങ്ങളോട് പറയാം. അത് നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം എന്നുള്ളതാണ് അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഒരു ഡയറക്റ്റ് ഓബ്ജക്റ്റും ഒരു ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റും ഉണ്ടായിരിക്കും. മിക്കവാറും ഇൻഡയറക്റ്റ് ഓബ്ജക്ട്സ് ഏതെങ്കിലും പേഴ്സൺസോ അല്ലെങ്കിൽ വ്യക്തികളോ ആയിരിക്കും. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. ഐ ഷാൽ സെൻഡ് ഹിം എ മെസ്സേജ്. ഐ ഷാൽ സെൻഡ് ഹിം എ മെസ്സേജ്. ഞാൻ അവന് ഒരു സന്ദേശം അയക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലെ ഡയറക്റ്റ് ഓബ്ജക്റ്റ് ഏതാണ്, ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ഏതാണ് എന്ന് നിങ്ങൾക്ക് പറയാമോ? I shall send him what?
A message. എ മെസ്സേജ്. ഇപ്പൊ വെർബിനോട് നിങ്ങൾ വാട്ട് എന്ന് ചോദിച്ചാൽ കിട്ടുന്നത് എന്താണോ അതിനെ ഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഐ ഷാൽ സെൻഡ് ഹിം എ മെസ്സേജ് എന്നുള്ളതില് മെസ്സേജ് ആണ് അവിടുത്തെ ഡയറക്റ്റ് ഓബ്ജക്റ്റ്. ഇനി ഐ ഷാൽ സെൻഡ് എ മെസ്സേജ് ടു ഹൂം, ആർക്ക്? To him. ഹിം അല്ലെ? ഹിം, HIM, ഹിം എന്ന വേർഡാണ് അവിടുത്തെ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്. ഞാൻ അടുത്തൊരു എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കാം. ദ റോട്ടറി ക്ലബ് ഗേവ് ദ ബോയ് എ സ്കോളർഷിപ്പ്. ദ റോട്ടറി ക്ലബ് ഗേവ് ദ ബോയ് എ സ്കോളർഷിപ്പ്. ഇവിടെ ഡയറക്റ്റ് ഓബ്ജക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ഐഡന്റിഫൈ ചെയ്യാമോ? വെർബിന് ആട്ടെന്ന് ചോദിച്ചാൽ കിട്ടുന്ന എന്താണോ അതാണ് ഡയറക്റ്റ് ഓബ്ജക്റ്റ്. ഇവിടുത്തെ ഡയറക്റ്റ് ഓബ്ജക്റ്റ് ഏതാണ്? സ്കോളർഷിപ്പ്. ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ദ ബോയ് അല്ലേ? ഇപ്പൊ അടുത്ത ഒരു എക്സാമ്പിൾ പറയാം. ജോർജ് ഹാസ് given me his address. George has given me his address. ഇവിടുത്തെ ഡയറക്റ്റ് ഓബ്ജക്റ്റ് ഏതാണ്? Address. ഹിസ് അഡ്രസ് ആണ് അവിടുത്തെ ഡയറക്റ്റ് ഓബ്ജക്റ്റ്. മീ എന്നുള്ളതാണ് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്. ഡയറക്റ്റ് ഓബ്ജക്റ്റ് ഹിസ് അഡ്രസ് എന്ന് തന്നെ പറയണോ? അഡ്രസ് മാത്രമല്ല, ഹിസ് അഡ്രസ് എന്ന ആ പദസമൂഹമാണ് അവിടുത്തെ ഓബ്ജക്റ്റ്. നോക്കൂ, അപ്പൊ നമ്മൾ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞ ആ സംഭവം എപ്പോഴും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തിയെ കാണിക്കുന്ന ഒരു പ്രോനൗണോ ആയിരിക്കും. ഏത് എക്സാമ്പിൾ വേണമെങ്കിലും നമുക്ക് പറഞ്ഞു നോക്കാം. ഇപ്പൊ he wrote me a long letter. He wrote me a long letter. അതിലെ ഡയറക്റ്റ് ഓബ്ജക്റ്റ് ഏതാണ്? മീ എന്നുള്ളതാണ് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്. നോക്കാം, ഇപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞ വാക്യങ്ങളുടെ ഘടന നോക്കിയ നിങ്ങള് സബ്ജക്റ്റ് ആദ്യം എഴുതി, പിന്നെ വെർബ് എഴുതി, അതിനുശേഷം ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് എഴുതി, പിന്നെ ഡയറക്റ്റ് ഓബ്ജക്റ്റ്. ഞാനൊരു കോൺവെർസേഷന്റെ ആ ഒരു സ്ട്രക്ചർ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഡയറക്റ്റ് ഓബ്ജക്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്. ഈ ഘടനയിലുള്ള വാക്യമാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇപ്പൊ നമുക്ക് ചോദ്യരൂപത്തിലും എങ്ങനെ വാക്യങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ ആദ്യം നിങ്ങളോട് പറഞ്ഞ ആ വാക്യം നോക്കിയേ. ഐ ഷാൽ സെൻഡ് ഹിം എ മെസ്സേജ്. ഈ വാക്യത്തെ നമുക്ക് വേറൊരു രീതിയിലും എഴുതാം. അതെങ്ങനെയാണെന്ന് നോക്കാം നിങ്ങള്. ഐ ഷാൽ സെൻഡ് എ മെസ്സേജ് ടു ഹിം. കണ്ടോ, ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് അവസാനം ഉപയോഗിച്ചിരിക്കുകയാണ്. കണ്ടോ, ഡയറക്റ്റ് ഓബ്ജക്റ്റിന്റെയും ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റിന്റെയും സ്ഥാനം മാറ്റി നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് അവസാനം ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രൊപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കണം. മിക്കവാറും ടു, ഫോർ അങ്ങനെയുള്ള പ്രൊപ്പോസിഷൻസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ ഐ ഷാൽ സെൻഡ് എ മെസ്സേജ് ടു ഹിം. The Rotary Club gave a scholarship to the boy. No. George has given his address to me. No. അപ്പൊ നിങ്ങളിപ്പോ പഠിക്കുന്നത് ഒരു സെന്റൻസിന്റെ ഒരു സ്ട്രക്ചറാണ് നിങ്ങൾ പഠിക്കുന്നത്. ഒന്നാമത്തെ ഒരു സ്ട്രക്ചറാണ് ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എങ്ങനെയാണത്? ഒന്ന് സബ്ജക്ട്, അതിനുശേഷം വെർബിനെ കുറിച്ചാണ് നമ്മൾ പറയണത്. ഞാൻ ഈ സ്ട്രക്ചർ ഒന്ന് പറഞ്ഞിട്ട് അതിലേക്ക് കിടക്കാം. പിന്നെ ഇൻഡയറക്റ്റ് ഓബ്ജക്ട്, അതിനുശേഷം ഡയറക്റ്റ് ഓബ്ജക്ട്. ഈ വാക്യത്തെ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം?
സബ്ജക്റ്റ് ആദ്യം എഴുതാം, പിന്നെ വെർബ്, പിന്നെ ഡയറക്റ്റ് ഓബ്ജക്ട്. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും പ്രപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കണം. മിക്കവാറും ടു, ഫോർ അങ്ങനെയുള്ള പ്രപ്പോസിഷൻസ് ആയിരിക്കും ഉപയോഗിക്കണം. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. അത് നിങ്ങൾ അതിൽ ഡയറക്റ്റ് ഓബ്ജക്റ്റ് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ഏതാണെന്ന് പറയണം ആദ്യം, എന്നിട്ട് റീറൈറ്റ് ചെയ്യാം. വിൽ യു ബൈ മീ സം ആപ്പിൾസ്? വിൽ യു ബൈ മീ സം ആപ്പിൾസ്? അതിലെ ഡയറക്റ്റ് ഓബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റും ആദ്യം തന്നെ നിങ്ങൾ പറയാം. വിൽ യു ബൈ മീ സം ആപ്പിൾസ്? ആപ്പിൾസ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്, സം ആപ്പിൾസ് ആണ് ഡയറക്റ്റ് ഓബ്ജക്ട്സ്, മീ ഇൻഡയറക്റ്റ് ഓബ്ജക്ട്. ആ വാക്യം നിങ്ങളൊന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് റീറൈറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് ഓബ്ജക്ട് ആദ്യവും ഇൻഡയറക്റ്റ് ഓബ്ജക്ട് രണ്ടാമതും ഒന്ന് പറയാമോ? Will you buy some apples for me? Yes, will you buy some apples for me? അങ്ങനെയുള്ള ചെറിയ ചെറിയ സെന്റൻസ് ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. Will you make will you make me a cup of tea? Will you make me a cup of tea? A cup of tea ആണ് അവിടുത്തെ ഡയറക്റ്റ് ഓബ്ജക്ട് അല്ലേ? ഇൻഡയറക്റ്റ് ഓബ്ജക്ട് ഏതാണ്? Me. അതൊന്ന് റീറൈറ്റ് ചെയ്യണം. Will you make a cup of tea for me? Yes, will you make a cup of tea for me? അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് വെർബ്സിനെ കുറിച്ചാണ്. ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഓബ്ജക്റ്റ് ആവശ്യമായിട്ടുള്ള വെർബ്സിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് വെർബ്സ് എന്ന് പറയുന്നത്. അപ്പോ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓബ്ജക്റ്റ് ആവശ്യമില്ലാത്ത വെർബ്സിനെയാണ് ഇൻട്രാൻസിറ്റീവ് വെർബ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കാം. The baby sleeps. The baby sleeps. ആ കുട്ടി ഉറങ്ങുന്നു. അവിടെ ബേബി എന്ന സബ്ജക്റ്റും സ്ലീപ്പ് എന്ന വെർബും മാത്രമേ ഉള്ളൂ. പൂർണ്ണ അർത്ഥമുള്ള ഒരു വാക്യമായി മാറിയത്. അവിടെ ഒരു ഓബ്ജക്റ്റിന്റെ ആവശ്യമില്ല. ഇങ്ങനെ ഓബ്ജക്റ്റ് ആവശ്യമില്ലാത്ത ക്രിയകളെയാണ് നമ്മൾ ഇൻട്രാൻസിറ്റീവ് വെർബ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു വെർബ് തന്നെ നമുക്ക് ട്രാൻസിറ്റീവ് വെർബായിട്ടും ഇൻട്രാൻസിറ്റീവ് വെർബായിട്ടും ഉപയോഗിക്കാറുണ്ട്. ശ്രദ്ധിക്കാം, ഞാൻ നിങ്ങളോട് പറയാണ്, പ്ലീസ് ബോയിൽ സം വാട്ടർ. പ്ലീസ് ബോയിൽ സം വാട്ടർ. അവിടെ ബോയിൽ എന്ന വാക്ക് നോക്കി നിങ്ങള്. പ്ലീസ് ബോയിൽ സം വാട്ടർ. അല്പം വെള്ളം തിളപ്പിക്കൂ. അവിടെ ബോയിൽ എന്ന വെർബ്, അതിനുശേഷം സം വാട്ടർ എന്ന ഓബ്ജക്റ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ബോയിൽ ട്രാൻസിറ്റീവ് വെർബാണ്. എന്നാൽ അടുത്തൊരു വാക്യം നോക്കിയേ. ദ വാട്ടർ ഈസ് ബോയിലിംഗ്. ദ വാട്ടർ ഈസ് ബോയിലിംഗ്. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ബോയിൽ എന്ന വാക്കിന് ശേഷം ഒരു ഓബ്ജക്റ്റ് ആവശ്യമില്ല. ആ സാഹചര്യത്തിൽ ബോയിൽ അവിടെ ഇൻട്രാൻസിറ്റീവ് വെർബാണ്. അപ്പൊ ട്രാൻസിറ്റീവ് വെർബ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. എന്താണ് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ? അതിന്റെ ഉപയോഗം വേറെ വരുന്നുണ്ട്. ഞാൻ അതെന്താണെന്ന് ആദ്യം നിങ്ങളോട് പറഞ്ഞിട്ട് വേണം അതിലേക്ക് കിടക്കാൻ. ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ Object is needed. അതെ. Verbs that needs an object is called a transitive verb. Verbs that does not need or does not require an object is called intransitive verb. വെർബിന്റെ മറ്റൊരു കാറ്റഗറിയാണ് ഓക്സിലിയറി വെർബ്സ്. അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 24 ഓക്സിലിയറീസ് ഉണ്ട്. അവ
വ്യക്തമായി നമ്മൾ പഠിച്ചിരിക്കുന്ന ഒന്നാണ്. കാരണം ഇംഗ്ലീഷ് ഭാഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ടെൻസും ഓക്സിലിയറി വെർബ്സും ആണ്. ഓക്സിലിയറി വെർബ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. 24 ഓക്സിലിയറീസ്, അതാണ് നമ്മൾ പഠിക്കേണ്ടത് ശരിക്കും. 24 ഓക്സിലിയറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓർത്തിരിക്കാൻ നമുക്ക് വളരെ എളുപ്പ ഒരു മാർഗമുണ്ട്. ബി എന്ന ഒരു വെർബ് ഉണ്ട്, ബി അതിന് 5 ഫോംസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആം, ഈസ്, ആർ, വാസ്, വർ. അടുത്തത് ഹാവ് എന്ന വെർബിന്റെ ഫോംസ് ആണ് ഹാവ്, ഹാസ്, ഹാഡ്. നെക്സ്റ്റ് ഡു എന്ന വെർബിന്റെ ഫോംസ് ആണ് ഡു, ഡസ്, ഡിഡ്. ഡു, ഡസ്, ഡിഡ്. നെക്സ്റ്റ് അടുത്തതാണ് ഇപ്പൊ ഈ പറഞ്ഞ ഈ ഓക്സിലിയറീസ് ആണ്. അതിനെ നമ്മൾ പ്രൈമറി ഓക്സിലിയറീസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത ഒരു സ്റ്റെപ്പ് ഒരു വിഭാഗമാണ് മോഡൽ ഓക്സിലിയറീസ്. അതും ഓർക്കാൻ എളുപ്പമാണ്. നിങ്ങൾ ക്യാൻ എന്ന് ആദ്യം ഓർക്കാം. ക്യാൻ മോഡൽ ഓക്സിലിയറി പറഞ്ഞായിരുന്നു. അല്ല, ഞാൻ ഈ വെർബ്സിനെ കുറിച്ച് പറഞ്ഞപ്പോ അതൊന്ന് വെറുതെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സബ്ജക്ട് അതല്ല. അപ്പൊ അത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക. വെർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായി നമുക്ക് വെർബ്സിനെ 3ആയി തിരിക്കാം. അവ ട്രാൻസിറ്റീവ് വെർബ്സ്, പിന്നെ ഇൻട്രാൻസിറ്റീവ് വെർബ്സ് ആൻഡ് ഓക്സിലിയറി വെർബ്സ്. കൂടാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ വെർബ്സിന് മറ്റൊരു കാറ്റഗറൈസേഷൻ കൂടിയുണ്ട്, റെഗുലർ വെർബ്സ് ആൻഡ് ഇറഗുലർ വെർബ്സ്. റെഗുലർ വെർബ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു വെർബിന്റെ പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ അതുപോലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നിവ രൂപീകരിക്കാൻ അല്ലെങ്കിൽ ഫോം ചെയ്യാൻ വെർബിനോട് ED എന്ന് ചേർത്താൽ നമുക്ക് അതിന്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും കിട്ടുവാണെങ്കിൽ അങ്ങനെയുള്ള വെർബ്സിനെയാണ് റെഗുലർ വെർബ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ജമ്പ്, ചാടുക അല്ലെ, അതിന്റെ പാസ്റ്റ് ടെൻസ് ഏതാണ്? ജംപ്ഡ്, ചാടി. ഉണ്ടോ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ജംപ്ഡ്. ഒരു വെർബിന് 3 ഫോംസ് ആണുള്ളത്. അത് ഏതൊക്കെയാണ്? മോഡേൺ ഇംഗ്ലീഷിൽ നമ്മള് പഠന സൗകര്യത്തിനായിട്ട് V1, V2, V3 എന്നാണ് അതിനെ വിളിക്കുന്നത്. പക്ഷെ ഗ്രമാറ്റിക്കലി അതിന്റെ ശരിയായ ഡിനോമിനേഷൻ പേര് ബേസ് ഫോം ഓഫ് ദ വെർബ്, വെർബിന്റെ ആദ്യത്തെ ഫോം അല്ലെങ്കിൽ റൂട്ട് ഫോം എന്നും പറയാം. നെക്സ്റ്റ് പാസ്റ്റ് ടെൻസ് ഫോം ഓഫ് ദ വെർബ്, ഒരു വെർബ് കഴിഞ്ഞു അല്ലെ പ്രവർത്തിച്ചു ചെയ്തു തീർത്തു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. കൂടാതെ 2 ഫോംസ് കൂടി ഉണ്ട്, ഇൻഫിനിറ്റീവ് ആൻഡ് ജെറണ്ട്. ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, വെർബിന് മുന്നിലായിട്ട് ടു എന്ന് ചേർത്താൽ കിട്ടുന്ന ഫോം. ജെറണ്ട് എന്ന് പറഞ്ഞാൽ വെർബിനോട് ING ചേർത്താൽ കിട്ടുന്ന ഫോം. അപ്പൊ നമ്മള് ഇവിടെ പറയുന്നത് റെഗുലർ വെർബ്സ് ആൻഡ് ഇറഗുലർ വെർബ്സ് ആണ്. റെഗുലർ വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെഗുലർ വെർബ് ഒരു വെർബിനോടൊപ്പം ED എന്ന് ചേർത്ത് ഇതിന്റെ പാസ്റ്റ് ടെൻസ് ലഭിക്കുമെങ്കിൽ അതിനെ നമുക്ക് റെഗുലർ വെർബ് എന്ന് പറയാം. ഇറഗുലർ വെർബ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറഗുലർ വെർബ് ED എന്ന് ചേർത്താൽ നമുക്ക് പാസ്റ്റ് ടെൻസോ പാസ്റ്റ് പാർട്ടിസിപ്പിളോ കിട്ടാത്ത വാക്കുകളുണ്ട്. അവയാണ് നമ്മൾ ഇറഗുലർ വെർബ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനൊരു വാക്ക് നിങ്ങളോട് പറയാം, ഫൈറ്റ്, FIGHT, ഫൈറ്റ്. പോരാടുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതിന്റെ പാസ്റ്റ് ടെൻസ് അതിനോടൊപ്പം ED എന്ന് ചേർത്താൽ കിട്ടില്ല. അതിന്റെ പാസ്റ്റ് ടെൻസ് ഫോട്ട് എന്നാണ്, FOUGHT.
പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് V3യും fought എന്നാണ്. അപ്പോ ഫൈറ്റ്, ഫോട്ട്, ഫോട്ട്. ഫൈറ്റ് ഒരു ഇറഗുലർ വെർബാണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ഒരുപാട് വെർബ്സ് ഉണ്ട്. ഒന്ന് ഫ്ലൈ, FLY, ഫ്ലൈ, പറക്കുക. അതിന്റെ പാസ്റ്റ് ടെൻസ് ഏതാണ്? ഫ്ലൈഡ് എന്ന് പറയാൻ പറ്റില്ല, FLEW. പാസ്റ്റ് പാർട്ടിസിപ്പിളോ ഫ്ലോൺ. അതുപോലെ ഫോർഗെറ്റ്, FORGET, മറക്കുക. അതിന്റെ പാസ്റ്റ് ടെൻസ് forgot. പാസ്റ്റ് പാർട്ടിസിപ്പിൾ forgotten. അതുപോലെ ഗെറ്റ്, GET. ഗെറ്റ് എന്ന് പറഞ്ഞാൽ ലഭിക്കുക അല്ലെങ്കിൽ കിട്ടുക എന്നാണ് അതിന്റെ അർത്ഥം. എന്റെ പാസ്റ്റ് ടെൻസ് ഗോട്ട്. പാസ്റ്റ് പാർട്ടിസിപ്പിളും അത് തന്നെയാണ്. ചില വെർബ്സിന്റെ ഫോംസും ഒന്ന് തന്നെ ആയിരിക്കും. അവയെ റെഗുലർ വെർബാണെന്നോ ഇറഗുലർ വെർബാണെന്നോ നമുക്ക് പറയാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ കട്ട്, CUT. എന്റെ പാസ്റ്റ് ടെൻസും കട്ട് എന്ന് തന്നെയാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും കട്ട് എന്ന് തന്നെ. അതുപോലെ പുട്ട്, PUT. അതിന്റെ 3 ഫോംസും പുട്ട് എന്ന് തന്നെയാണ്. അപ്പോ റെഗുലർ വെർബ്സിന്റെയും ഇറഗുലർ വെർബ്സിന്റെയും ഒരു ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കണം. ഞാൻ ചോദിക്കാം നിങ്ങളോട്, നിങ്ങൾ അതിന്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒന്ന് പറയാൻ ശ്രമിക്കാം. ആക്ട്, ACT. ആക്ട് എന്ന് പറഞ്ഞാൽ അഭിനയിക്കുക. അതിന്റെ പാസ്റ്റ് ടെൻസ് ED എന്ന് ചേർത്താൽ മതി, ആക്ടഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ അത് തന്നെ. അതുപോലെ ആഡ്, added, added. Answer, answered, answered. Arrest, arrested, arrested. അതുപോലെ ധാരാളം വാക്കുകളുണ്ട്. ബൈത്ത്, BATHE ആണ്, BATHE, ബൈത്ത്. BATH, ബാത്ത് എന്ന് പറഞ്ഞാൽ നൗൺ ആണ്, അത് കുളി എന്നാണ് അതിന്റെ അർത്ഥം. BATHE, ബൈത്ത് എന്ന് പറഞ്ഞാൽ കുളിക്കുക. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ബൈത്ത്, BATHED. പാസ്റ്റ് പാർട്ടിസിപ്പിളും ബൈത്ത് എന്ന് തന്നെ. സർ ബേസിന്റെ സ്പെല്ലിംഗ് BATHE, ഒരു E കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതാണ് ട്രാൻസിറ്റീവ് വെർബ്സ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെർബ്സ്. പിന്നെ ഓക്സിലിയറി വെർബ്സ്. മറ്റൊന്നാണ് എന്താ? റെഗുലർ വെർബ്സ് ആൻഡ് ഇറഗുലർ വെർബ്സ്. ആ റെഗുലർ ആൻഡ് ഇറഗുലർ വെർബ്സിന്റെ ഒരു ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരാം പിന്നീട്. നോക്കാം. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഫോർമേഷൻ നിങ്ങളോട് പറഞ്ഞതാണോ? അതായത് ആം, ഈസ്, ആർ എന്ന ആ വെർബ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം, അതിന്റെ ആൻസർ എങ്ങനെ പറയാം? പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോ നമുക്ക് ആദ്യം ആ കൊച്ചു കൊച്ചു വാക്യങ്ങൾ ആദ്യം ഉണ്ടാക്കി നോക്കാം, എന്നിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെന്റൻസുകളിലേക്ക് പോയാൽ മതി. നോക്കാം. ആം, ഈസ്, ആർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? മലയാളത്തിലെ മീനിങ് ആകുന്നു അല്ലെങ്കിൽ ആണ്. ഇവിടെ ആം എന്നപ്പോ ഉപയോഗിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്.
എപ്പോഴാണ് ആം എന്ന് ഉപയോഗിക്കുന്നത്? സബ്ജക്റ്റ് ഐ ആയിരിക്കുമ്പോഴാണ് നമ്മൾ ആം ഉപയോഗിക്കുന്നത്. ആകുന്നു എന്നർത്ഥം കിട്ടാൻ. ഈസ് എന്നൊക്കെ ഉപയോഗിക്കും സബ്ജക്റ്റ് സിംഗുലർ ആയിരിക്കുമ്പോൾ. ആർ എന്നൊക്കെ ഉപയോഗിക്കും സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കുമ്പോൾ. അപ്പോ ഞാൻ ഒരു വിദ്യാർത്ഥിയാണ്, നമ്മൾ എങ്ങനെ പറയും? ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവലിൽ നിന്നാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഐ ആം എ സ്റ്റുഡന്റ്. നമുക്കറിയാവുന്നതാണ്. ഞാനൊരു പാട്ടുകാരിയാണ്, ഞാനൊരു നർത്തകിയാണ്. അപ്പൊ ആമിന്റെ ഉപയോഗം നിങ്ങൾക്കറിയാം. ഈസ് എന്ന് പറഞ്ഞതും ഇതുപോലെ തന്നെ. ഇപ്പൊ അവൻ ഒരു വിദ്യാർത്ഥിയാണ്, ഹി ഈസ് എ സ്റ്റുഡന്റ്. അവനൊരു ഗായകനാണ്, ഹി ഈസ് എ സിംഗർ. എന്റെ ചേട്ടൻ ഒരു നടനാണ്, മൈ എൽഡർ ബ്രദർ ഈസ് ആൻ ആക്ടർ. അപ്പോ ആം ഈസ് ആർ ഉപയോഗിക്കുന്ന അപ്പോഴാണ് ആകുന്നു എന്നർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി വാസ് വേറാണ് അടുത്തത്. അത് ഉപയോഗിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ്. നോക്കാം, ഇത് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. വാസ് ഓർ വേർ നോക്കാം. വാസ് എന്ന് പറഞ്ഞാലും വേർ എന്ന് പറഞ്ഞാലും ആയിരുന്നു എന്നാണ് അർത്ഥം. തുഷാര യെസ് പറയുന്നൊരു റെസ്പോൺസും ഇല്ല, അതുകൊണ്ടാണ്. നോക്കാം, വാസ് അല്ലെങ്കിൽ വേർ. വാസ് എന്ന് പറഞ്ഞാൽ ആയിരുന്നു, വേർ എന്ന് പറഞ്ഞാലും ആയിരുന്നു. അപ്പൊ നിങ്ങൾ വേണേ ചോദിക്കും, എന്തിനായിരുന്നു എന്ന് മലയാളത്തിൽ ഒരു വേർഡുള്ളൂ, ഇംഗ്ലീഷിൽ 2 വേർഡ്സ് ഉണ്ട്, ഒരെണ്ണം പോരെന്ന് ചോദിച്ചേക്കാം. വാസ് എന്ന് പറഞ്ഞാൽ അതെപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സബ്ജക്റ്റ് സിംഗുലർ ആയിരിക്കുമ്പോഴാണ് നമ്മൾ വാസ് എന്ന് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഐ വാസ്, ഷീ വാസ്, ഹി വാസ്, ജോൺ വാസ്, ജാസ്മിൻ വാസ്. ആയിരുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. എന്നാൽ വേർ എന്ന് ഉപയോഗിക്കുന്നതോ WERE വേർ, സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കുമ്പോഴാണ്. വി വർ സിംഗേഴ്സ്, ഞങ്ങൾ പാട്ടുകാരായിരുന്നു. അപ്പൊ വാസ് ആൻഡ് വേർ എന്ന് ഉപയോഗിക്കുന്നത്, വാസ് ആൻഡ് വേർ എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ് ടെൻസ് ആണ്. അത് ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോ വാസ് എന്ന് ഉപയോഗിക്കാം, സബ്ജക്റ്റ് പ്ലൂറൽ ആവുമ്പോ വേർ എന്ന് ഉപയോഗിക്കാം. അപ്പോ ഞാൻ ചോദിക്കട്ടെ, നിങ്ങള് അവൾ മുൻപ് ഒരു നടിയായിരുന്നു, ഈ ആശയം നിങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? She was an actor. She was an actor എന്ന് പറയരുത്, actress. She was an actress. മുൻപ് എന്നർത്ഥം കിട്ടാൻ നിങ്ങൾ ഒരു adverb ഉപയോഗിക്കണം. She was an actress before. അല്ലേ? അവള് മുൻപ് ഒരു നടിയായിരുന്നു. അവൻ കുറെ വർഷങ്ങൾക്ക് മുൻപ് ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു, അല്ലെങ്കിൽ മത്സ്യം പിടിക്കുന്ന ആളായിരുന്നു. ഈ വാക്യം വാസ് ഓർ വേർ ഉപയോഗിച്ച് എങ്ങനെ പറയും? അത് വേഗം നിങ്ങൾ പറയാൻ പഠിക്കണം. അതാണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സംഭവം. He was a fisherman before. കുറെ വർഷങ്ങൾക്ക് മുൻപ് എന്നർത്ഥം കിട്ടാൻ a few years ago. Once യൂസ് ചെയ്യാൻ പറ്റുമോ സർ? once ഏതോ once എന്ന് ONCE once. once എന്ന് പറഞ്ഞാൽ ഒരിക്കൽ എന്നാണ് അതിന്റെ അർത്ഥം.
ഒരിക്കൽ അവൻ മത്സ്യത്തൊഴിലാളിയായിരുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ വൺസ് ഹി വാസ് എ ഫിഷർമാൻ. നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? കുറെ വർഷങ്ങൾക്ക് മുൻപ് അവൻ ഒരു മത്സ്യത്തൊഴിലാളി ആയിരുന്നു. നമ്മൾ എങ്ങനെ പറയും? ഹി വാസ് എ ഫിഷർമാൻ എ ഫ്യൂ ഇയേഴ്സ് അഗോ. എ ഫ്യൂ ഇയേഴ്സ് അഗോ എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്. അങ്ങനെയുള്ള ശൈലികളാണ് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത്. ഇപ്പൊ 5 വർഷം മുൻപ് അവന്റെ അച്ഛൻ ഒരു മന്ത്രിയായിരുന്നു. നമ്മൾ സാധാരണ പറയുന്ന വാക്യങ്ങളാണത്. 5 വർഷം മുമ്പ് അവന്റെ അച്ഛൻ ഒരു മന്ത്രിയായിരുന്നു. His father was a minister 5 years ago. Yes, his father was a minister 5 years ago. എന്താ? അപ്പൊ വേറെ നമ്മൾ ഇതുപോലെ ഉപയോഗിക്കാം. ഞങ്ങൾ 10 വർഷം മുമ്പ് കുട്ടികളായിരുന്നു. ഞങ്ങൾ 10 വർഷം മുമ്പ് കുട്ടികളായിരുന്നു. എങ്ങനെ പറയും? ഇങ്ങനെ പറയാൻ പറ്റുമോ? 10 years back we were children. 10 years back we were children. പക്ഷെ നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കാം. നമ്മൾ ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് നിർമ്മിക്കുമ്പോൾ സാധാരണഗതിയിൽ ആദ്യം സബ്ജക്ട് പറഞ്ഞ് ശീലിക്കണം. സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്ട് എന്ന ആ രീതിയിലായിരിക്കണം. ആഡ്വർബ്സോ അല്ലെങ്കിൽ ടൈമിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വാക്കുകളെല്ലാം ഏറ്റവും അവസാനം ഉപയോഗിക്കാനാണ് നല്ലത്. പൊസിഷൻ ഓഫ് ആഡ്വർബ്സ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് ഞാൻ പറയുമ്പോൾ ആഡ്വർബ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അത് വ്യക്തമാക്കി തരാം. അപ്പോ ഈ വാക്യം നമ്മൾ എങ്ങനെ പറയും? വി വർ ചിൽഡ്രൻ 10 years ago. അല്ലേ? അപ്പൊ അവളുടെ മാതാപിതാക്കൾ മുൻപ് എഞ്ചിനീയർമാരായിരുന്നു. അവളുടെ മാതാപിതാക്കൾ മുൻപ് എഞ്ചിനീയർമാരായിരുന്നു. എങ്ങനെ പറയും? Her parents were engineers before. Yes, her parents were engineers before. അല്ലേ? പിന്നെ അവന്റെ സഹോദരന്മാർ കഴിഞ്ഞ വർഷം SSLC വിദ്യാർത്ഥികളായിരുന്നു. അവന്റെ സഹോദരന്മാർ കഴിഞ്ഞ വർഷം SSLC വിദ്യാർത്ഥികളായിരുന്നു. എങ്ങനെ പറയും? His brothers were His brothers were SSLC SSLC students before. ലാസ്റ്റ് ഇയർ. കൃത്യമായി നിങ്ങൾ വാക്കുകൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ വർഷം അർത്ഥം കിട്ടാൻ നമ്മള് ലാസ്റ്റ് ഇയർ. ഇന്ന് എന്ന് നമ്മൾ എങ്ങനെ പറയും? ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൽ സാധാരണ ഇന്ന് നമ്മൾ സാധാരണ ടുഡേ എന്നാണ് പറയുന്നത്. ബട്ട് ഇന്ന് രാത്രി എന്ന് നമ്മൾ എങ്ങനെ പറയും? Today at night. നോ, ഇന്ന് രാത്രി എന്ന് പറയാൻ ഇംഗ്ലീഷിൽ പ്രത്യേകമായ ഒരു വേർഡ് ഉണ്ട്. ടു നൈറ്റ്. ടു നൈറ്റ്. ഐ വിൽ സീ ഹിം ടു നൈറ്റ്. ഞാൻ ഇന്ന് രാത്രി അവനെ കാണും. അപ്പൊ ഇന്നലെ രാത്രി എന്ന് നമ്മൾ എങ്ങനെ പറയും? ഇന്നലെ രാത്രി. ഇന്നലെ രാത്രി എന്ന് പറയാൻ യെസ്റ്റർഡേ നൈറ്റ് എന്ന് പറയരുത്. നമ്മൾ പറയേണ്ടത് ഇംഗ്ലീഷിൽ ലാസ്റ്റ് നൈറ്റ് എന്നാണ് പറയേണ്ടത്. ഐ മെറ്റ് ഹിം ലാസ്റ്റ് നൈറ്റ്. അപ്പൊ അങ്ങനെ ചില പ്രയോഗങ്ങളുണ്ട്. അത് നമുക്ക് വഴിക്ക് പറയാം. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? ആം ഈസ് ആർ. അവയുടെ മൂന്നിന്റെ അർത്ഥം ആകുന്നു എന്ന്. വാസ് വർ ആയിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇതുപോലെ തന്നെ നമ്മൾ സാധാരണ കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രയോഗമാണ് വിൽ ബി. വിൽ ബി എന്ന് പറഞ്ഞാൽ ആയിരിക്കും എന്നാണ് അതിന്റെ മലയാളം അർത്ഥം. ഇപ്പോ 2020 ഇന്ത്യ ഒരു വികസിത രാജ്യമായിരിക്കും. നമുക്കങ്ങനെ ഈ ആശയം നമ്മൾ അങ്ങനെ പറയും. 2020 ഇന്ത്യ ഒരു വികസിത രാജ്യമായിരിക്കും എന്നാണ് നമുക്ക് പറയേണ്ടത്. അവിടെ നമ്മൾ വിൽ ബി എന്നാണ് ഉപയോഗിക്കുന്നത്.
India will be a developed country 2020. Developing country. Yes, India will be a developed country in 2020. ദാ, ഇപ്പൊ ഏതാനും വർഷങ്ങൾക്ക് ശേഷം അവളുടെ മകൻ ഒരു എഞ്ചിനീയർ ആകും അല്ലെങ്കിൽ ആയിരിക്കും. After a few years, അപ്പോ after a few years, ആ her son will become an engineer. വിൽ ബി ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ പറയേണ്ടത്. വിൽ ബിക്കം എന്ന് ഉപയോഗിക്കരുത്. വിൽ ബി എന്ന പ്രയോഗം. Will be an engineer. Her son will be an engineer after some years. അല്ലേ? ഇപ്പൊ അടുത്ത വർഷം രേഖ ഒരു അധ്യാപികയായിരിക്കും. വിൽ ബി ഉപയോഗിച്ചിട്ട് പറയണം നിങ്ങൾ. വിൽ ബി പ്ലസ് ഒരു നൗൺ. Will be a teacher. രേഖ വിൽ ബി എ ടീച്ചർ. അടുത്ത വർഷം എന്നുള്ളതിന് അർത്ഥം കിട്ടാൻ നെക്സ്റ്റ് ഇയർ. നെക്സ്റ്റ് ഇയർ എന്ന് മാത്രമേ പറയാവൂ. പലരും ഇൻ നെക്സ്റ്റ് ഇയർ എന്നൊക്കെ പറയാറുണ്ട്. ഈ പറഞ്ഞ നെക്സ്റ്റ് ഇയർ അങ്ങനെയുള്ള പദങ്ങളുടെ കൂടെ നിങ്ങൾ ഒരിക്കലും പ്രപ്പോസിഷൻസ് ഉപയോഗിക്കാൻ പാടില്ല. അവന്റെ പരീക്ഷ അടുത്ത മാസമായിരിക്കും. ഇങ്ങനെ പറയും നമ്മള്. His exam will be next month. Yes, his exam will be next month. അത്രയും പറഞ്ഞാൽ മതി. ഇതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സംഭവം. His exam will be next month. ഇനി നോക്കാം. ഞാനൊരു വെർബ് നിങ്ങളോട് പറയും. അതിനെ നമ്മൾ 5 രീതിയിൽ എഴുതാൻ എങ്ങനെ 5 രീതിയിൽ നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. ബൈ എന്ന വേർഡാണ് ഇവിടെ ആ വെർബായിട്ട് നിങ്ങൾക്ക് തരണം. ബൈ, വാങ്ങുക എന്നാണല്ലോ അതിന്റെ അർത്ഥം. അതിന്റെ 3 ഫോംസ് ഏതൊക്കെയാണ്? ബൈ വാങ്ങുക, വാങ്ങി, BOUGHT, അത് പാസ്റ്റ് പാർട്ടിസിപ്പിളും അത് തന്നെ അല്ലേ? അപ്പോ ബൈ എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് ഒരു 5 വാക്യങ്ങൾ എഴുതേണ്ട. ഞാൻ ഒന്നാമത്തെ വാക്യം നിങ്ങളോട് പറയാം. നിങ്ങൾക്കത് പറയാൻ പറ്റുമെന്ന് നോക്കണം. എന്റെ മാതാപിതാക്കൾ എല്ലാ വർഷവും ഒരു പുതിയ ഷർട്ട് വാങ്ങാറുണ്ട്. ഈ ആശയം നമ്മൾ എങ്ങനെ പറയും? My parents buy a new shirt every year. അല്ലേ? അപ്പോ വാങ്ങുന്നു അല്ലെങ്കിൽ വാങ്ങാറുണ്ട് എന്ന പ്രസന്റ് കാലഘട്ടത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എന്റെ അമ്മ ഇന്നലെ പനിക്ക് മരുന്ന് വാങ്ങി. ഈ ആശയം നമ്മൾ അങ്ങനെ പറയും. വാങ്ങി പാസ്റ്റ് ടെൻസ് ആണ്. ബൈയുടെ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച് വാക്യം പറയണം. എന്റെ അമ്മ ഇന്നലെ പനിക്ക് മരുന്ന് വാങ്ങി. My mother bought medicine yesterday for me. My mother bought medicine for fever yesterday. സാധാരണ സമയത്തെ കാണിക്കുന്ന അഡ്വർബ്സ് ഏറ്റവും അവസാനം ഉപയോഗിക്കുന്നതാണ് ഉചിതം. അല്ലേ? അവളുടെ അച്ഛൻ അവൾക്ക് ഒരു ചുരിദാർ വാങ്ങിയിട്ടുണ്ട്. വാങ്ങിയിട്ടുണ്ട് എന്നർത്ഥം കിട്ടാൻ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാൻ. അവളുടെ അച്ഛൻ, her father has bought. വാങ്ങിയിട്ടുണ്ട്, വാങ്ങി എന്നല്ല വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നർത്ഥം കിട്ടാൻ നമ്മൾ ഹാസ് ഓർ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുക. Her father has bought a ചുരിദാർ for her. അല്ലേ? ഇപ്പൊ അവന്റെ കൂട്ടുകാർ അവന് ഒരു പുതിയ വാച്ച് അവന്റെ ജന്മദിനത്തിന് വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ പറയൂ വാക്യം? അവന്റെ കൂട്ടുകാർ, അവിടെ സബ്ജക്റ്റ് അവന്റെ കൂട്ടുകാർ, ഹിസ് ഫ്രണ്ട്സ് അല്ലേ? കഴിഞ്ഞാൽ പിന്നെ എന്ത് ഉപയോഗിക്കും? Bought a new watch.
ഹിസ് ഫ്രണ്ട്സ് ഹാവ് ബോട്ട്, വാങ്ങിയിട്ടുണ്ട്. അതായത് ഏതാനും സമയത്തിന് മുൻപ് നടന്നു കഴിഞ്ഞ സംഭവം പറയാനാണ് നമ്മള് ഇപ്പൊ ഒരു വെർബ് തന്നെ നമ്മൾ 5 രീതിയിൽ എങ്ങനെ പറയും എന്നാണ് ഇപ്പൊ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അടുത്താണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു കാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ആശയം എങ്ങനെ പറയും? ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു കാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വാങ്ങിയിട്ടുണ്ട് എന്നല്ല, വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഹാഡ് എന്ന ഫോമാണ്. എങ്ങനെ പറയും നമ്മളത്? Last week. അല്ല, നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞില്ലേ സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്ട്, ആ രീതിയിൽ പറഞ്ഞു ശീലിക്കുക, അതാണ് നല്ലത്. I had bought a car last week. എന്താ? അപ്പൊ തുഷാര കഴിഞ്ഞ ആഴ്ച പായസം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ പറയും? Tushara prepared. തുഷാര ഹാഡ് പ്രിപ്പയർഡ് പായസം ലാസ്റ്റ് വീക്ക്. അപ്പൊ ഉണ്ടായിരുന്നു എന്നർത്ഥം കിട്ടാൻ ഹാഡ് എന്ന് ഉപയോഗിക്കുക. ഹാഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സബ്ജക്ട് സിംഗുലർ ആണെങ്കിലും സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിലും നമുക്ക് ഹാഡ് എന്ന് ഉപയോഗിക്കാം. പക്ഷെ ഹാസ് ഓർ ഹാവ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഹാസ് എന്ന് ഉപയോഗിക്കുക, പ്ലൂറൽ ആണെങ്കിൽ ഹാവ് എന്ന് ഉപയോഗിക്കുക. ഇതുപോലെ കം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട്, ആ വെർബ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 5 സെന്റൻസ് ഉണ്ടാക്കി നോക്കാം. എന്റെ കൂട്ടുകാർ എല്ലാ ദിവസവും എന്റെ വീട്ടിൽ വരാറുണ്ട്. എങ്ങനെ പറയും? My friends come to my home. കം ടു മൈ ഹൗസ്. ഹോം അല്ല, ഹൗസ്. എന്താ ഹൗസും ഹോമും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞൂടെ നിങ്ങൾക്ക്? എന്താണ് ഹൗസ് ആൻഡ് ഹോം? അറിയാമെങ്കിൽ പറയാം. House, വീട്. ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു സെന്റൻസ് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വ്യക്തമാവും. നോക്കാം, ആ സെന്റൻസ് ഇതാണ്, ശ്രദ്ധിക്കുക. A house is built by bricks, but a home is made by minds. നമ്മൾ താമസിക്കുന്ന ആ കെട്ടിടത്തെയാണ്, അല്ലെങ്കിൽ ഇഷ്ടിക കൊണ്ടോ മറ്റുണ്ടാക്കിയിട്ടുള്ള ആ സ്ട്രക്ചറിനെയാണ് ഹൗസ് എന്ന് പറയുന്നത്. ആ ഹൗസിനുള്ളിലുള്ള അന്തരീക്ഷം, അതായത് അച്ഛൻ, അമ്മ, മക്കൾ അവരെല്ലാം തമ്മിലുള്ള ആ സൗഹാർദ്ദത്തെയാണ് ഹോം എന്ന് പറയുന്നത്. അപ്പൊ എന്റെ കൂട്ടുകാർ എല്ലാ ദിവസവും എന്റെ വീട്ടിൽ വരാറുണ്ട് എന്ന് നമ്മൾ എങ്ങനെ പറയും? മൈ ഫ്രണ്ട്സ് കം ടു മൈ ഹൗസ് എവറി ഡേ. എല്ലാ ദിവസവും എന്നർത്ഥം കിട്ടുന്ന എവറി ഡേ എന്ന അഡ്വർബ് അവസാനം ഉപയോഗിക്കണം. അപ്പൊ പ്രധാനമന്ത്രി ഇന്നലെ തിരുവനന്തപുരത്ത് വന്നു. അപ്പൊ വരിക എന്ന വാക്കിന്റെ 5 ഫോംസ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി ഇന്നലെ തിരുവനന്തപുരത്ത് വന്നു. എങ്ങനെ പറയും? തുഷാര, കമോൺ. Prime Minister came to Trivandrum yesterday. The Prime Minister came to Trivandrum yesterday. അല്ലേ? അവളുടെ അങ്കിൾ അല്ലെങ്കിൽ അമ്മാവൻ ഇന്നലെ വീട്ടിൽ ഇന്നലല്ല, അവളുടെ അങ്കിൾ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നർത്ഥം കിട്ടാൻ ഹാസ് ഓർ ഹാവ് ഉപയോഗിക്കുക, അല്ലേ? എങ്ങനെ പറയും? Her uncle has came എന്ന് പറയരുത്, ഹാസ് പ്ലസ് കം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കാവൂ. Her uncle has come to her house, അല്ലേ?
എന്റെ അധ്യാപകർ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അവിടെയും വന്നിട്ടുണ്ട് എന്ന അർത്ഥമാണ് നമുക്ക് കിട്ടേണ്ടത്. എങ്ങനെ ഉപയോഗിക്കും? Have. ആ, എന്റെ അധ്യാപകർ, മൈ ടീച്ചേഴ്സ് Have come. have come to my house. ഉണ്ടോ? അവർ കഴിഞ്ഞ വർഷം കോവളത്ത് പോയിട്ടുണ്ടായിരുന്നു. അവർ കഴിഞ്ഞ വർഷം കോവളത്ത് പോയിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്നർത്ഥം കിട്ടണം. പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെ പറയും? അവർ കഴിഞ്ഞ വർഷം കോവളത്ത് പോയിട്ടുണ്ടായിരുന്നു. They had gone to Kovalam Ah. last year. Yes, they had gone to Kovalam last year. അതുപോലെ ഫൈറ്റ് എന്ന വാക്ക് വെച്ചിട്ടും ഇതുപോലെ നിങ്ങൾക്ക് 5 സെന്റൻസുകൾ നിങ്ങൾ ഇങ്ങനെ ഫോം ചെയ്യണം. അല്ലെങ്കിൽ അതുപോലെ ഫോർഗെറ്റ് എന്ന് പറഞ്ഞ വാക്ക് വെച്ചിട്ട് നമുക്ക് 5 സെന്റൻസ് ഫോം ചെയ്യാം. ഞാൻ എപ്പോഴും എൻ്റെ ഗൃഹപാഠം മറക്കുന്നു. ഹോംവർക്ക് എന്നാണ് ഗൃഹപാഠം എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ ഹോംവർക്ക് മറക്കുന്നു. I forget my homework. Always. എപ്പോഴും എന്നർത്ഥം കിട്ടാൻ നമ്മൾ എന്ത് വേർഡ് ഉപയോഗിക്കും? ഓൾവേസ്. ഈ ഓൾവേസ് ഉപയോഗിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. സബ്ജക്റ്റിനും വെർബിനും ഇടയിലായിരിക്കണം ഓൾവേസ് എന്ന് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? ഐ ഓൾവേസ് ഫോർഗെറ്റ് മൈ ഹോംവർക്ക്. അല്ലേ? അവൾ ഇന്നലെ ഉത്തരം മറന്നുപോയി. മറന്നു എന്ന് അടുത്ത പാസ്റ്റ് ടെൻസിലായ സെന്റൻസ് ഉണ്ടാക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫോർഗെറ്റിന്റെ പാസ്റ്റ് ടെൻസ് ഓർമ്മ ഫോർഗോട്ട്. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? ഷീ forgot the answer yesterday. എന്താ? അവൾ അവളുടെ കുട മറന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മറന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ പറയും? മറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. അവൾ അവളുടെ കുട മറന്നിട്ടുണ്ട്. She has forgot her umbrella. She has forgotten her umbrella. അല്ലെ? അവർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ പറയുന്നത്? അവർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നിട്ടുണ്ട്. സബ്ജക്ട് they അല്ലെ? They have forgotten their responsibilities. Yes, they have forgotten their responsibilities. അല്ലേ? അപ്പോ എന്റെ സുഹൃത്ത് അവന്റെ വാച്ച് മറന്നിട്ടുണ്ടായിരുന്നു. എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആ വാക്യം എങ്ങനെ പറയും? My friend had forgotten his watch. My friend had forgotten his watch. കഴിഞ്ഞ മാസം എന്നാണ് അർത്ഥം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് മന്ത് എന്ന് ഉപയോഗിക്കുക. അപ്പോ ഒരു വെർബ് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇഷ്ടമുള്ളത്, എന്നിട്ട് അതിനെ 5 രൂപത്തിൽ എഴുതണം. അതായത് ഇങ്ങനെയൊക്കെ വാങ്ങുക, ഫൈറ്റ് എന്ന വേർഡ് വെച്ചിട്ട് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ വാക്യങ്ങൾ ഉണ്ടാക്കാം. ഓക്കെ, അത് നമുക്കൊരു ഹോംവർക്ക് ആയിട്ടിരിക്കട്ടെ. അതായത് റെഗുലർ വെർബ്സിൽ നിന്ന് അതുപോലെ ഇറഗുലർ വെർബ്സിൽ നിന്ന് 5 ക്രിയകൾ തിരഞ്ഞെടുക്കുക ഇഷ്ടമുള്ളത്. ഓരോന്നും ഉപയോഗിച്ച് 5 ശൈലിയിലുള്ള വാക്യങ്ങൾ ഉണ്ടാക്കണം. അതാണ് നിങ്ങളുടെ ഇന്നത്തെ ടാസ്ക്. ഓക്കെ, അത് നിങ്ങൾ ചെയ്യണോ? അതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വെർബ് നിങ്ങൾ പറഞ്ഞിട്ട് 5 സെന്റൻസ് പറയാമോ? ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെർബ് പറയാം.
തുഷാര ഏതെങ്കിലും ഒരു വെർബ് പറയാം. ഞാൻ പറയാണ് പഠിക്കുക. അത് വെച്ചിട്ട് നമുക്ക് ഈ രീതിയിലുള്ള 5 സെന്റൻസ് നമ്മൾ ഉണ്ടാക്കണം. തുഷാര എല്ലാ ദിവസവും രാവിലെ പഠിക്കുന്നു. പറയ്, എക്സാമ്പിൾ പറയ്. തുഷാര study every morning. സ്റ്റഡി ഓർ ലേൺസ്. സ്റ്റഡി എന്ന് പറയാൻ പറ്റുമോ? തുഷാര ഒരാളുള്ളൂ, അപ്പൊ സബ്ജക്ട് സിംഗുലർ ആണ്, വെർബ് സിംഗുലർ ആയിരിക്കണ്ടേ? Studies. തുഷാര സ്റ്റഡീസ് എവറി മോർണിംഗ് അല്ലേ? തുഷാര ഇന്നലെ രാവിലെ പഠിച്ചു. പഠിക്കുക എന്നുള്ളത് പിന്നെ നമ്മൾ പാസ്റ്റ് ടെൻസ് പഠിച്ചു എന്നാക്കി മാറ്റണം. അതെങ്ങനെ പറയും? Tushara learned തുഷാര ലേൺ ഓർ സ്റ്റഡി യെസ്റ്റർഡേ. പിന്നെ അടുത്ത ആൾ വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സമയം ഈ 5 നിങ്ങൾ ഇതുപോലെ 5 ക്രിയകൾ തെരഞ്ഞെടുത്തിട്ട് ഇതുപോലെ 5 രീതിയിലാക്കി മാറ്റണം. ഓക്കെ Okay, sir. ക്ലാസ്സിൽ ഞാൻ ചോദിക്കും നിങ്ങളോട്. Okay. ഓക്കെ, Thank you, sir. മരുന്ന്